ഡോക്ടർ ടോമി, ഇടുക്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ടോമി, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ ടോമി, ഗുഡ് മോർണിംഗ്. ഇടുക്കി മെഡിക്കൽ കോളേജില് ഒരു പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. പ്രാഥമിക സ്റ്റേജിലാണ്. ഫയർ NOC ലഭിച്ചിട്ടില്ല. പക്ഷെ ഫയർ NOCക്ക് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടോ? ഔദ്യോഗികമായി കെട്ടിടത്തിൽ ചികിത്സയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തുടങ്ങിയോ? ചികിത്സയും സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. അയ്യോ, അപ്പൊ അവിടെ NOC ഇല്ലാതെ, ഫയർ NOC ഇല്ലാതെ കെട്ടിടത്തിൽ എങ്ങനെയാണ് നമ്മളിത് നടത്തുക? ഫയർ NOCക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുകയും അതിനുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ അല്ല ഡോക്ടർ, ഇത് ഈ കെട്ടിടം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് കിട്ടേണ്ടതല്ലേ NOC? നമ്മള് ഇതൊക്കെ നമുക്ക് ന്യൂസിലും ഒക്കെ പറയാവുന്നുള്ളതല്ല. അത് ഫയർ NOCയും കിട്ടി പബ്ലിക്കിന്റെ സൗകര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഭാഗ്യത്തിന് അവിടെ NOC ഉണ്ടായിരുന്നു, അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ രോഗികളെ, പബ്ലിക്കിനെ അവിടേക്ക് ഫയർ NOC ഇല്ലാത്ത, അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സർട്ടിഫിക്കേഷൻ ഇല്ലാത്തൊരു കെട്ടിടത്തിലേക്ക് അവരെ കയറ്റുകയാണ് നമ്മൾ. അല്ല, അതങ്ങനെ കേട്ടിട്ട് വർഷങ്ങള് 2014 നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതേ. ചെറിയ രീതിയിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഫയർ NOC വേണം. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഫയർ NOC അത്യാവശ്യമുള്ള കാര്യമാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങാവുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞ് എക്സിറ്റ് റോഡും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടുക്കിയിലത്തെ ജനങ്ങൾ, ഇപ്പോൾ ഉള്ള ജനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും അത് നമുക്ക് തുടങ്ങാൻ പറ്റുക. അല്ല സംശയമല്ല, ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് എന്തെങ്കിലും ഒരു തീ കത്തിയാൽ അത് ആരാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? NOC അപേക്ഷിക്കേണ്ടത് ആരാണ്? NOC തരേണ്ടത് ആരാണ്? നമ്മൾ എവിടെ വീഴ്ച പറ്റിയത്? NOC അപേക്ഷിക്കേണ്ട കോളേജ് അധികൃതരും തരേണ്ടത് ഫയർ ഡിപ്പാർട്ട്മെന്റും ആണ്. അതിന് നമ്മൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഫയർ NOCക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അല്ലല്ല, അതായത് അവിടെ ഈ അഗ്നിശമന സേന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ ടോമി? ഇപ്പോ സംവിധാനങ്ങളുണ്ട്. ഫയർ ഡക്റ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. ആകെയുള്ള ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകാനൊരു എക്സിറ്റ് റോഡില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു ഡെഫിസിറ്റ് ആയിട്ട് കാണിക്കാനുള്ളൂ. പക്ഷേ ഡോക്ടർ ടോമി, അതൊരു വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ വണ്ടിക്ക് വരാൻ പോലും പറ്റാത്ത, ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ലാത്തൊരു കെട്ടിടത്തിലാണ് ഈ രോഗികളെ അവിടെ നമ്മൾ ചികിത്സിക്കുന്നത് എന്നുള്ളത് ഗുരുതരമായൊരു വിഷയമല്ലേ? അത് ഗുരുതരമായിട്ട് വിഷയമാണ്. നിയമപ്രകാരവും ഗുരുതരവും ഒക്കെയാണ് കാര്യം. പക്ഷേ പബ്ലിക്കിന്റെ സർവീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഡോക്ടർ ടോമിയുടെയോ അവിടുത്തെ ഡോക്ടർമാരെയോ ഒന്നുമല്ല ഇതിനകത്ത് സംശയിക്കുന്നത്. കാര്യം നിങ്ങൾ അവർ ചികിത്സിച്ചു പോകുക. ഇതവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ. ഈ നിർമ്മാണം നടത്തിയത് കിറ്റ്കോയാണല്ലേ? ഈ കിറ്റ്കോയ്ക്ക് സംഭവിച്ച വീഴ്ചയാണോ ഇത്? ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. പ്രിൻസിപ്പലാണ് മെഡിക്കൽ കോളേജിന്റെ അധികാരി. ഞാനാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നമുക്കിത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. നമ്മൾ പറയുന്നത് പോലെ നിയമപ്രകാരം ഇത് ഇങ്ങനെ ഫയർ NOC ഇല്ലാതെ തുടങ്ങാൻ പോലും സാധിക്കുകയില്ല. പക്ഷെ ഇടുക്കിയിലത്തെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയുടെ പരിപാലനത്തിന് അത്യാവശ്യമായതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി ഡോക്ടർ. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ തീ പിടിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, ഇതുവരെ സംഭവിച്ചില്ല എന്നുള്ളത് ആരുടെയൊക്കെയോ ഭാഗ്യം, ആര് ഉത്തരവാദിത്വം പറയും ഡോക്ടർ ടോമി? സംഗതി പറയുന്നത് ശരിയാണ്. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. എത്ര സർവീസുകൾ നമ്മൾ ചെയ്യുന്നു അതിനകത്ത് 100% നിങ്ങൾ ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് ആർക്ക് സംശയമില്ല, ഇടുക്കിയിൽ അത് ആവശ്യവുമുണ്ട്. പക്ഷേ അടിസ്ഥാനമായ പ്രശ്നം, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് മറന്നിട്ടാണ് നമ്മൾ ആ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ കിറ്റ്കോയ്ക്കകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞതാണ്, മറന്നു പോയിട്ടില്ല. നമ്മൾ അതിന്റെ ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകെ നമുക്ക് വേണ്ടതൊരു കോടികൾ ചെലവ് വരുന്ന ഒരു എക്സിറ്റ് റോഡ് മാത്രമാണ് ഇനി വേണ്ടത്. ബാക്കിയുള്ള എല്ലാ ഫയറിന് വേണ്ടിയുള്ള സർവീസുകളെല്ലാം നടന്നു കഴിഞ്ഞു. 2014 ഈ കെട്ടിടം വരുന്നത്? 2014 സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഒരു 2-3 വർഷത്തിനകത്താണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഞാനിപ്പോ വന്നിട്ട് ഒരു 2 വർഷം ആകുന്നതേ ഉള്ളൂ. 3 വർഷമായി ഈ കെട്ടിടം ഫയർ NOC ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇനി റോഡ് നിർമ്മിക്കാനുള്ള എന്തെങ്കിലും വഴികളായിട്ടുണ്ടോ?
റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു 16.4 കോടി നമ്മുടെ കേരള ഗവൺമെന്റ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പണി ഉടനെ ആരംഭിക്കും. ഓക്കെ, എന്നാലും അത് എത്രയും പെട്ടെന്ന് നടത്തണം ഡോക്ടർ ടോമി, കാരണം അത് വല്ലാത്തൊരു ഗുരുതരമായ വിഷയമാണത്, ജനങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഗുരുതരമാണെന്ന് അറിയാം സാർ. ജനങ്ങളുടെ സർവീസിന്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുക്കുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിലും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ഒരു സ്പാർക്ക് മതി. ഒരു ബാറ്ററിയിൽ നിന്ന് വന്നൊരു സ്പാർക്കാണ് കോഴിക്കോട് അത്യാഹിത വിഭാഗം ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല. അന്ന് അവിടെ എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ മനുഷ്യർ. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും സ്പാർക്കൊക്കെ വന്ന് എവിടെയെങ്കിലും സംഭവിച്ചു പോയാലേ ഒന്ന് ആലോചിച്ച് നോക്കൂ, തീ അണയ്ക്കാൻ പറ്റത്തില്ല. ശരിയാണ്. പക്ഷെ നമ്മുടെ ഈ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ഈ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത്. അതെ അതെ, അല്ല മനസ്സിലാക്കി ഡോക്ടർ ടോമി. ഞാൻ ഡോക്ടർ ടോമിയോ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയതല്ല, അങ്ങ് നിസ്സഹായനാണല്ലോ. കാരണം ഈ പറയുന്ന 16 കോടി വന്ന് ചിലവാക്കി ഇത് റോഡ് നിർമ്മിച്ചൊക്കെ വേണം അത് വരാൻ. തീർച്ചയായിട്ടും അങ്ങ് ആ കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. താങ്ക് യു ഡോക്ടർ ടോമി പ്രതികരിച്ചതിന്.